Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിട്ടിയിട്ടുള്ളത് 2015 മോഡൽ Mercedes Benz A class ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു മോഡൽ തന്നെയാണ്. പിന്നെ ഇതൊരു ഹാച്ച്ബാക്ക് ആണ്. Mercedes Benz ഇറക്കിയതിൽ വെച്ചിട്ട് ഹാച്ച്ബാക്ക് വണ്ടിയാണ് ഈ കാണുന്ന ഈ ഒരു മോഡൽ. ഈ മോഡലിൽ AMG കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വേണ്ടിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം. ഇതാണ് 2015 മോഡൽ Mercedes Benz A class വണ്ടി. അതിന് തന്നെ ഒരു ഹാച്ച്ബാക്ക് വണ്ടിയാണ്. ഹാച്ച്ബാക്ക് Mercedes ഇറക്കിയിൽ വെച്ചിട്ടുള്ള ഒരു ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സെഡാൻ മോഡലും ഉണ്ട്. അപ്പോൾ നമ്മളാദ്യം തന്നെ ഈ വണ്ടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ വണ്ടിൻ്റെ പെയിൻറ്റിങ് തന്നെ വണ്ടിൻ്റെ കളർ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഒരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് വണ്ടി മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നേരെ ഫ്രണ്ട് പ്രൊഫൈൽ കയറുമ്പോൾ അതാണ് ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അതിന് തന്നെ ആ ബമ്പേഴ്സ് AMG കിറ്റിലുള്ള ബമ്പേഴ്സാണ് ഇപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി ഗ്രില്ലും സ്മോക്ക് ചെയ്തിട്ടുണ്ട്. Mercedes Benzൻ്റെ വലിയൊരു ലോഗോ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് Mercedes Benzൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹുഡ് ലൈറ്റ് AMG എന്നുള്ള വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ബമ്പേഴ്സിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ അതാണ് ബമ്പേഴ്സ് വന്നിട്ടുള്ളത്. അതിലായിട്ട് ഫ്രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ സ്പ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടീൻ്റെ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. ഡുവൽ ബീം പ്രൊജക്ടർ HID ഹെഡ് ലാമ്പ്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് Mercedes Benzൻ്റെ. അത്ര ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ പറയാൻ ആവശ്യമുള്ളൂ. ഇതാണ് ഈ Mercedes Benz A classൻ്റെ ഒരു ഡീസൽ എഞ്ചിൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനാണ്. 17 കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് ഈ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുമ്പോൾ 120 BHP ആണ് വണ്ടിൻ്റെ പവർ എന്ന് പറയാനായിട്ട്. 320 എണ്ണം ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതുപോലെ തന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു മോഡലും കൂടിയാണ് Mercedes Benzൻ്റെ ഈ A class എന്ന് പറയാനായിട്ട്. വേറെ സൈഡ് പ്രൊഫൈൽ കയറുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഞാൻ പറഞ്ഞു വേണ്ടി ഒരു ഹാച്ച്ബാക്ക് വണ്ടിയാണ്. അതിന് തന്നെ വണ്ടിൻ്റെ മിറേഴ്സിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഇതാണ് മിറേഴ്സ് വന്നത്. ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ താഴത്തായിട്ട് സ്കേർട്ട് പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഈ കിറ്റിൽ വരുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഇതാണ് വണ്ടിൻ്റെ വീൽസ് വന്നിട്ടുള്ളത്. ഒരു 18 ഇഞ്ച് വീലാണ് ഇപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 245, 40, 18 സൈസിലുള്ള ഒരു വീൽസാണ് ഇപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാലിബേഴ്സൊക്കെ കാണാം. AMGൻ്റെ ബാഡ്ജിങ് കൊണ്ട് കൂടിയിട്ടുള്ള കാലിബേഴ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത് റെഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ റിയർ സൈഡ് വരുമ്പോൾ റിയറിലും സെയിം 15 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഓവറോൾ ഒരു വണ്ടിൻ്റെ ബാക്ക് എന്നുള്ളൊരു വ്യൂ എന്ന് പറയാനായിട്ട്. വണ്ടി ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഓടി വന്ന കാരണം അത്യാവശ്യം നല്ല ചളിയുണ്ട്. വാഷ് ചെയ്യാവുന്ന ടൈം കിട്ടിയിട്ടില്ല. ഈ ഭാഗത്തായിട്ട് AMG എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെയിൽ ലൈറ്റ് എന്നുള്ളത്. ഫുള്ളി LED ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പ്ലിറ്ററും കൊടുത്തിട്ടുണ്ട്. അത് ആ കിറ്റിൽ വരുന്ന ഭാഗമാണ്. പിന്നെ ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. ഒരു ടിപ്പ് മാത്രത്തിൽ വർക്കിംഗ് ഉള്ളൂ, ഒരു ടിപ്പ് ഡമ്മിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ആ ഒരു AMG കിറ്റ് ചെയ്ത് കാരണം വണ്ടിയിൽ ലുക്ക് ഓവറോൾ മാറിയിട്ടുണ്ട്. പിന്നെ നേരെ വിൻഷീൽഡിലായിട്ട് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡിഫോഗർ ലൈൻസ്. പിന്നെ അതുപോലെ തന്നെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈഡ് മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ സൈഡിൽ വരുമ്പോൾ ഈ സൈഡിലും നേരത്തെ ഉണ്ടാവുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇനി നമുക്ക് വേണ്ടി ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ അതിന് ഇതാണ് വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അതിന് ഡോർ പാഡ്സ് പോകുമ്പോൾ ഇതാണ് ഡോർ പാഡ്സ് വന്നിട്ടുള്ളത്. ഫുള്ളി ബ്ലാക്കാണ്. ആ ഒരു സ്പോർട്ടി ഫീലുണ്ട് മൊത്തത്തിൽ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ. ഈ ഭാഗത്തായിട്ടൊരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ലെതറാണ് ഡോർ പാഡ്സൊക്കെ. ഈ ഭാഗത്തായിട്ടൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവറിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഒരു ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ എൻ്റെ ഒരു ഓവറോൾ ഒരു ഇൻ്റർ എന്ന് പറയുന്നത്. സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പോർട്ടി ടൈപ്പ് സീറ്റ്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നേരെ ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിനിക്ക് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആ ഒരു സൈലൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നല്ല സൈലൻ്റാണ് ഉള്ളിൽ, പുറത്തുള്ളൊരു നോയ്സും അങ്ങനെ ഉള്ളിൽ കേൾക്കുന്നില്ല. വെൽ ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നേരെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുമ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. മെർസിഡീസ് ബെൻസിൻ്റെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ നേരെ ബാക്ക് ഭാഗത്തായിട്ട് പാൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പാൽ ഷിഫ്റ്റേഴ്സൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഒരു പാൽ ഷിഫ്റ്റേഴ്സ് ശരിക്കും വണ്ടിക്ക് ഉണ്ട്, അതൊരു ആക്സസറി ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വണ്ടിൻ്റെ ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സർവീസിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ വണ്ടിൻ്റെ എല്ലാ എൻജിൻ പരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ക്ലസ്റ്ററിൽ അറിയാം. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതാണ് AC വെൻസ് വന്നിട്ടുള്ളത്. ഒരു 3 റൗണ്ട് ഷേപ്പിലായിട്ടുള്ള AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് AC വെൻസ് സെയിം. പിന്നെ AMGൻ്റെ ഒരു ബാഡ്ജിങ് ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മോൾ ഭാഗത്തായിട്ട് വരുമ്പോൾ മിറേഴ്സ് ഓട്ടോഡിമിക് ആയിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ സെൻട്രൽ കൺസോൾ കയറുമ്പോൾ ഇതാണ് ഇവിടെ സെൻട്രൽ കൺസോൾ വന്നിട്ടുള്ളത്. ഇവിടെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ AC-ൻ്റെ കൺട്രോൾസ് വെച്ചിട്ടുണ്ട്. അതുപോലെ MESUSൻ്റെ കൺട്രോൾസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്ലസ്റ്ററത്തെ കൺട്രോൾസ് ഈ ഭാഗത്തായിട്ട് റോട്ടറി സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംബ്രസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗിയർ ലിവർ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്താണ് ഇവിടെ ഗിയർ ലിവർ വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര കാര്യങ്ങൾ ഇവിടെ ഇന്ത്യയിൽ പറയാനായിട്ടുള്ളൂ. പിന്നെ നേരെ മോൾ ഭാഗത്തായിട്ടൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് ഇപ്പോൾ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൺറൂഫ് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഓപ്പൺ ആവും. ഈ ഭാഗത്തായിട്ട് റീഡിങ് ലാംപ്സിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഷ ഒന്ന് ക്ലോസ് ചെയ്യുക. പിന്നെ ബാക്ക് ഭാഗത്ത് നോക്കുമ്പോൾ ബാക്കിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ള ബാക്കിലുള്ളൂ. ഈ സൈഡിൽ ഓർപ്പാഡ്സിലായിട്ട് ഈ സീറ്റ്സിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ മെർസിഡീസ് ബെൻസ് എ ക്ലാസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വണ്ടിയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.